സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബനാഥന്മാരെയും നാഥകളെയും കുട്ടികളെയും യുവാക്കളെയും യുവതികളെയും എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഈ മാമ്പുഴക്കൽ കുടുംബത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അച്ഛനെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വന്നെത്തിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ആരംഭിക്കുന്ന കുടുംബ ജീവിതം എല്ലാ തരത്തിലും അനുഗ്രഹീതപൂർണ്ണമാകാൻ ദൈവമായ കർത്താവിൻ്റെ എല്ലാവിധ അനുഗ്രഹവും എല്ലാ സമൃദ്ധിയും കർത്താവിൻ്റെ സൃഷ്ടികർമ്മം അത് ഇനിയത്തെ നൂറ്റാണ്ടിൽ ആവശ്യമുള്ള ജന്മം ആ കുടുംബത്തിൽ നിന്നും ഉണ്ടാകാനായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും വർഷിക്കുന്നതായിട്ട് ആഗ്രഹിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് പഠിപ്പിച്ച മഹോന്നതമായ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ആവർത്തിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ലോകത്തിൽ പ്രിയപ്പെട്ട മകനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവൻ ആരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതം ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്ന മകളെ സമർപ്പിക്കുന്നു. അവർ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ നമ്മൾ സമർപ്പിക്കാം. അവരിടപഴകാൻ പോകുന്ന എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ നാളെ നടക്കാൻ പോകുന്ന വിവാഹ ആശീർവാദ കർമ്മം അതിനെല്ലാ തരത്തിലും അനുഗ്രഹപൂർവ്വമാക്കാനായിട്ട് ഇവിടെ വന്നെത്തുന്ന ആളുകൾ എല്ലാ തരത്തിലും സംരക്ഷിതരും അവരുടെ എല്ലാ പ്രാർത്ഥനകളും ഈ കുടുംബത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിക്കും ഉതകുന്ന വിധത്തിൽ ആകത്താൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മകനെ വളർത്തിയ, പഠിപ്പിച്ച, പരിപാലിച്ച എല്ലാവരെയും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. അവരുടെ എല്ലാ പ്രാർത്ഥനകളും ഈ മകനോടൊപ്പം അവൻ ആരംഭിക്കുന്ന കുടുംബജീവിതം ആഗ്രഹിക്കാം. ആളുകൾ അവരുടെ പരിചയത്തിലൂടെ വളർന്നു നൽകപ്പെട്ടതാണ്. നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ അവരുടെ എല്ലാ അനുഗ്രഹവും അവരുടെ നല്ല മനസ്സും നല്ല ഹൃദയവും ആ പ്രിയപ്പെട്ട നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. നമുക്ക് ഇവയോടൊപ്പം ദൈവമായ കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. അവിടുത്തെ പ്ലാനുകളും പദ്ധതികളുമാണ് പ്രപഞ്ചം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. സകല സൃഷ്ടകാലങ്ങളും അവരുടേതായ പന്ഥാവിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, നക്ഷത്രങ്ങളെ ഗ്രഹങ്ങൾ അവരുടേതായ പന്ഥാവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ അവരുടെ പന്ഥാവ് അവരെ ഓർമ്മിക്കും. പ്രിയപ്പെട്ട മകന് ദൈവമായ കർത്താവ് കൊടുക്കാൻ പോകുന്ന ആ പുതിയ പന്ഥാവ് അത് അവൻ ഉപയോഗിച്ചറിയുന്നതിന് അതിലൂടെ മൂവ് ചെയ്യുന്നതിന് എല്ലാ അനുഗ്രഹവും ഉണ്ടാവതായി എന്ന് ആഗ്രഹത്തോടെ നമുക്ക് പാടാം. സർവേശാനീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമദ്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പ്രിയപ്പെട്ട മകളോടൊപ്പം ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഈ കൂട്ടായ്മയോടൊപ്പം എന്നുണ്ടായില്ല നന്ദിയോട് ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ ഗുരുക്കന്മാരെയും ഓർക്കുന്നു. പഠിപ്പിച്ച, വളർത്തിയ, പരിപാലിച്ച എല്ലാവരെയും പ്രിയപ്പെട്ട മകളെ ഈ ഭവനത്തിൽ കടന്നിലുള്ള മകളെ സമർപ്പിക്കുന്നു. അവർ ആരംഭിക്കുന്ന കുടുംബജീവിതം എല്ലാ തരത്തിലും അനുഗ്രഹമാകുവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളതെല്ലാം ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കുന്നതാണ്. നിന്റെ അനുഗ്രഹം, നിന്റെ കൃപ, നിന്റെ സമൃദ്ധി എന്നും അവരാരംഭിക്കുന്ന കുടുംബജീവിതത്തോട് ഉണ്ടായിരിക്കണേ. നമുക്ക് സുവിശേഷ ശ്രമിക്കാനായിട്ട് ആരംഭിക്കാം. സുവിശേഷ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിട
കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ, കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ, ഞങ്ങളിൽ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അധ്യായം 2 മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹത്തിൽ നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ഇരുന്ന് ക്ഷണിക്കപ്പെട്ടു. അവർ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർ വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം തരുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 3 അളവ് കൊള്ളുമായിരുന്നു. കരകളിൽ വെള്ളം തരുന്ന യേശു അവർ കത്തിച്ചു. അവർ വൈകുന്ന മക്കളോട് നിറച്ചു. ഇനി പകർന്ന് കലവർക്കാരൻ എടുത്ത് കൊണ്ടിരുന്ന പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവർക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം ഉപയോഗിച്ച് നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം പോയി മര്യാദകൾ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും നേരത്തെ വീഞ്ഞ് ആദ്യം വിളകുന്നു. ആദ്യങ്ങൾക്ക് ലഭ്യപ്പിച്ചു കഴിയുമ്പോൾ കാണുന്നതരവും. എന്നാൽ നല്ല വീഞ്ഞ് നീ ഇതുവരെ സൂക്ഷിച്ചു കേട്ടോ. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് അവിടെ നിർവഹിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവരെ വിശ്വസിച്ചു. കർത്താവ് ഏറ്റവും അധികം ആദ്യം അത്ഭുതം പ്രവർത്തിക്കുന്നത് രോഗികൾ സുഹൃത്തുക്കളല്ല, മനുഷ്യരെ ഉയർത്തുകയല്ല. എല്ലാവരും കൂടിയിരുന്ന ഒരു സദസ്സിൽ വിവാഹം അറിയുന്നതിന് അവർക്ക് എന്തോ കുറവുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്ന അമ്മ അതേ കർത്താവിന് പറയുകയാണ്, ഇതാ അവർക്ക് വീട്ടിൽ പോകുന്നു. സന്തോഷിക്കണം എന്ന് മാത്രമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം സന്തോഷിക്കണം, എല്ലാ തരത്തിലും സന്തോഷിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ആദ്യമേ ആ ചെയ്യുന്ന അത്ഭുതം എന്ന് പറയുന്നത്. അവരുടെ സന്തോഷം അത് കുറഞ്ഞു പോകരുത്. മാതൃത്വമാണ് സത്യത്തിൽ എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നത്. അമ്മയ്ക്കറിയാം മകന് ഇത് ചെയ്യാൻ സാധിക്കും. അത് ചെയ്യാനായിട്ടുള്ള പണിക്കാരൻ അവിടെയുണ്ട്, അതിനുള്ള വെള്ളം അവിടെയുണ്ട്, നിറയ്ക്കാനായിട്ടുള്ള ഭരണികൾ അവിടെയുണ്ട്. അതെ, നിങ്ങൾ ആ പറയുന്ന പോലെ ചെയ്യുവിൻ എന്ന് പറയുന്ന അമ്മ മകനോട് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നു. അതെ, ഈ മാതൃത്വ ഭാവം അത് ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ സമൂഹത്തിലുണ്ടാകുമ്പോൾ, നമ്മുടെ ദേശത്തുണ്ടാകുമ്പോൾ അവൻ ഉണർന്ന് പ്രവർത്തിക്കുന്നു. തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നു. എല്ലാ അത്ഭുതങ്ങളും പുതിയ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാം കാണുന്നവനായ ദൈവമായ കർത്താവ് ഇനിയും ഈ ലോകം മുന്നോട്ട് പോകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് ഉണ്ടാവേണ്ടത്, ആരൊക്കെ തമ്മിലാണ് ഒന്നായിത്തീരേണ്ടത്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് പരസ്പരം ബന്ധമുണ്ടാകേണ്ടത് എന്ന് മനസ്സിലാക്കുന്നവരായ കർത്താവ് നമ്മുടെ എല്ലാം ഇഷ്ടങ്ങളിലൂടെ താല്പര്യങ്ങളിലൂടെ അത് പ്രവർത്തിക്കുന്നു. നമ്മൾ വിചാരിക്കും, ഒരുപക്ഷെ ഞങ്ങൾ ന്യൂസ്പേപ്പറിൽ കണ്ട് മറ്റുകൂടിയിൽ ആലോചിച്ച് കമ്പ്യൂട്ടറിലൂടെ പരിചയപ്പെട്ട് ദൈവമായ കർത്താവ് ഈ മകന് വേണ്ടി മകളെയും മകൾക്കൊതി മകനെയും അനാദി കാലം മുതൽ ഉണ്ടായിരുന്നു, ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന സത്യം അത് അനാവരണം ചെയ്യപ്പെടുകയാണ്. സകല കുറവുകളെയും നിറവുകളാക്കുന്ന അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും നമ്മോടൊപ്പം ഈ പ്രിയപ്പെട്ട മകനോടൊപ്പം അവൻ ആരംഭിക്കുന്ന മുന്നോട്ടോടൊപ്പം ഉണ്ടാകാതെ നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും കർത്താവ് നമ്മൾ ആരും ദുഃഖിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല, ആരും വിഷമിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല.
അല്ലെ സകല ദുഃഖങ്ങളും വിഷമതകളും ദൂരീകരിക്കാൻ സാധിക്കുന്ന ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ ദൈവമായ കർത്താവിന്റെ ഇഷ്ടമാണ്, ദൈവമായ കർത്താവിന്റെ താല്പര്യമാണ്. നമ്മൾ അതിന് യെസ് എന്ന് പറയുമ്പോൾ അവിടുന്ന് നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ, താല്പര്യങ്ങളിലൂടെ മഹാത്ഭുതങ്ങൾക്ക് തുടക്കം വരും. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, വളരെ സമർപ്പിക്കാം, കുടുംബത്തെ സമർപ്പിക്കാം. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് വിവാഹമെന്ന ഉദാശയിലൂടെ പുതിയ കുടുംബത്തിന് ജന്മം നൽകുവാനായിട്ട് ആഗ്രഹിച്ച് അങ്ങയുടെ മുമ്പിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മകനെയും, അതുപോലെ ജീവിതസഖിയായിട്ട് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വധുവിനെയും പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ രണ്ട് കുടുംബങ്ങളെയും ഒരു വിവാഹമെന്ന ഉദാശയിലൂടെ രണ്ട് കുടുംബങ്ങൾ ഒന്നാവുകയാണ്. അതുപോലെ ഒരു കുടുംബത്തിന്, പുതിയ കുടുംബത്തിന് രൂപം കൊള്ളുകയും കൂടിയാണ്. ആ ഒരു പൂർണ്ണ ബോധ്യത്തോടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണമായിട്ടും ഈ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശക്തി പകരണമേ, പ്രിയപ്പെട്ട മകൻ. എല്ലാ തരത്തിലും അനുഗ്രഹിക്കുന്നവരും ശക്തിപ്പെടുത്തുന്നവരും പ്രിയപ്പെട്ട മകളോടൊന്നുണ്ടായിരിക്കണേ. നിന്റെ കരവിരുത്, നിന്റെ സൃഷ്ടി വൈഭവം ഈ മകനോട് അവർ ആരംഭിക്കുന്ന ജീവിതത്തിലുണ്ടാകുവാൻ എല്ലാ വിധാനങ്ങളും ചെയ്യണം. ഈശ്വരി ആരാധന, ഈശ്വരി ആരാധന, ഈശ്വരി ആരാധന, ഈശ്വരി ആരാധന, ഈശ്വരി മഹത്വം, ഈശ്വരി മഹത്വം, ഈശ്വരി മഹത്വം, ഈശ്വരി ആശംസിക്കാത്തത് സ്നേഹവും സഹവാസവും ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഒരു കോടി മംഗളം വരമരുളി മകരന്ത ബിന്ദുവായി പ്രിയ നിമിഷം, ഒരു 100 പൊൻതിരിക്കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി, ഒരു സ്നേഹസാഗരം തിരയിളകി, മധുരോപഹാരമായി സ്വരമൊഴുകി, ഇത് പുണ്യമുണർന്ന സുവർണ ദിനം. ഒരു കോടി മംഗളം വരമരുളി മകരന്ത ബിന്ദുവായി പ്രിയ നിമിഷം. സ്വപ്നമുണർന്ന സുവർണ ദിനം. ഒരു കോടി മംഗളം വരമരുളി മകരന്ത ബിന്ദുവാ പ്രിയ നിമിഷം. അന്നു നീ എൻ്റെ അരികിൽ വന്നു അനുരാഗ
രാഗസന്ധ്യ വിരിഞ്ഞു, മുത്തുവീണന്റെ മനം നിറഞ്ഞു, മധുചന്ദ്രലേഖ ചിരിച്ചു. വിടരുന്നു, നിറയുന്നു, പുതുമുകുളം തളിർക്കുന്നു. ഇതു വർണ്ണ സുഗന്ധ സുവർണ്ണ ദിനം. ഒരു കോടി മംഗളം വരമരുളി, മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം. ഒരു 100 പൊൻതിരി കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി. ഒരു സ്നേഹസാഗരം തിരയിളകി, മധുരോപഹാരമായി സ്വരമൊഴുകി. ഇത് പുണ്യമുണർന്ന സുവർണ്ണ ദിനം. ഒരു മധുരം വെക്കാമോ? മംഗളം ഒന്നുകൂടി ചോദിക്കാണ്, പയ്യന് മധുരം വെക്കാമോ? വരമരുളി പ്രിയ നിമിഷം. പയ്യന് മധുരം വെച്ചോട്ടെ. പൊൻതിരിക്കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി. ലലലാ, ലലാ, ലലാ, ലാ, ലലാ. ലലലാ, ലലാ, ലലാ, ലാ, ലലാ. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരമ്മൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുത്തിച്ചെന്റെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം പിന്നോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാ. നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ല ജില്ലം ജില്ലാല. ചേമന്തിച്ചേലം കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേനെ, കതിരോനെ കണ്ണ
കളിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട്. കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടയും കൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലല. सूरज की बाहों में अब है ये जिंदगी, किरणें हैं सांसों में, बातों में रोशनी. सूरज की बाहों में अब है ये जिंदगी, किरणें हैं सांसों में, बातों में रोशनी. जो ही बदली दिल की ताल है, आहा आया एक ख्याल है, आहा पाते हमें जिंदगी एक बार, क्यों न करे कोई हम इसका प्यार. जाने किसका है हमें इंतजार, कि जिंदगी यही है और यही. जो भी कल तक बस आरज़ू,
ശങ്കാരന്റെ ഈശോ എന്റെ ചങ്കടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ ശങ്കാരന്റെ ഈശോ എന്റെ ചങ്കടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ശങ്കാരന്റെ ഈശോ എന്റെ ചങ്കടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും സ്വർഗത്തിലേക്കു നയിക്കാൻ തന്റെ ശൈലിയിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ടെന്ന ഈശോ പാടി നൃത്തം ചാടിട്ടിടും ഞാൻ എന്നെ സ്വർഗത്തിലേക്കു നയിക്കാൻ തന്റെ ശൈലിയിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ടെന്ന ഈശോ പാടി നൃത്തം ചാടിട്ടിടും ശങ്കാരന്റെ ഈശോ എന്റെ ചങ്കിടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടി അടുത്ത് നിർത്തിടും ഞാൻ ശങ്കാരന്റെ ഈശോ എന്റെ ചങ്കിടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടി അടുത്ത് നിർത്തിടും ഇല്ല പാപം എനിക്കിനി വേണ്ട തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകിക്കളഞ്ഞ് എന്റെ പാപ വിമോചകനീശോ ഇല്ല പാപം എനിക്കിനി വേണ്ട തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകിക്കളഞ്ഞ് എന്റെ പാപ വിമോചകനീശോ ശങ്കാരന്റെ ഈശോ എന്റെ ചങ്കിടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടി അടുത്ത് നിർത്തിടും ഞാൻ ശങ്കാരന്റെ ഈശോ എന്റെ ചങ്കിടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടി അടുത്ത് നിർത്തിടും ഞാൻ ശങ്കാരന്റെ ഈശോ എന്റെ ചങ്കിടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടി അടുത്ത് നിർത്തിടും ഞാൻ ശങ്കാരന്റെ ഈശോ എന്റെ ചങ്കിടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടി അടുത്ത് നിർത്തിടും ഞാൻ സ്നേഹോദാരം ജീവനിൽ തമ്പുരാനെ മാനത്തെ लिखे पास है दिल के दूर से मिलके चेन्नई भूल से खिल के पास है दिल के दूर से मिलके चेन्नई और कब तड़प मुझे तब आएगी तू मेरे सपनों की रानी कब आएगी तू आई रुक मत ताने कब आएगी तू बीत जाए जिंदगानी कब आएगी तू चलिया तू चलिया ഏതൻ തോട്ടത്തിനുടയോനെ എന്നെ ഏൽക്കുവാൻ വന്നവൻ നീ ഇളം കാറ്റത്ത് കൊണ്ടുപോകാം ഉല്ലാസം എനിക്കറിവേണ്ട കർത്തനെ